എന്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു നമ്മെ ബലബന്ധം ചെയ്യുന്ന ഒരു ദൈവമല്ല, നമ്മെ ഭയങ്കരമായി നിർബന്ധിക്കുന്ന ഒരു ദൈവമല്ല, നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്ന ഒരു ദൈവമല്ല. നമുക്ക് നിർദ്ദേശങ്ങൾ തരും, നമുക്ക് ആലോചനകൾ തരും, നമുക്ക് വഴി കാണിച്ചു തരും, നമുക്ക് സ്വാതന്ത്ര്യവും തരും. ഏദൻ തോട്ടത്തിൽ ആദാമിനോടും ഹവ്വായോടും ദൈവം പറഞ്ഞു, തോട്ടത്തിലെ സകല വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾക്ക് അനുഭവിക്കാം, എന്നാൽ ഒരു വൃക്ഷത്തിന്റെ ഫലം മാത്രം നിങ്ങൾ തിന്നരുത്. എന്റെ പ്രിയരെ, ക്രിസ്ത്യ ജീവിതം എന്ന് പറയുമ്പോൾ എല്ലാം ഉപേക്ഷിച്ചൊരു വനവാസം പോലെ പോകുന്ന ജീവിതമല്ല. സൗഭാഗ്യമുള്ള കുടുംബജീവിതം അനുഭവിക്കാം, മക്കളെ വളർത്താം, ജോലി ചെയ്യാം, പണം സമ്പാദിക്കാം, തെറ്റൊന്നുമില്ല. കർത്താവിന് സ്തോത്രം. അതിൽ ആശ്രയിക്കാതിരുന്നാൽ മതി. നമ്മുടെ ലക്ഷ്യം യേശുവായിരിക്കണം, യേശു പ്രസാദിക്കണം. ഏത് കാര്യങ്ങളിൽ ഇടപെടാം, ദൈവം ദുഃഖിക്കാത്ത കാര്യങ്ങൾ നമുക്ക് ഇടപെടാം. തെറ്റല്ലാത്ത കാര്യങ്ങൾ, ദൈവം പ്രസാദിക്കാത്ത കാര്യങ്ങൾ വരരുതെന്ന് മാത്രമേ ഉള്ളൂ. മോനെ, നീ ആ മദ്യപിക്കുന്ന കൂട്ടുകെട്ട് ഒന്ന് വിടണം. മകളെ, നിന്നെ തിന്മയിലേക്ക് വലിച്ചഴയ്ക്കുന്ന ബന്ധം നീ ഒന്ന് വിടണം. ഇങ്ങനെ കർത്താവ് നമുക്ക് തരുന്ന ചില നിർദ്ദേശങ്ങൾ നമ്മുടെ നന്മയ്ക്കുള്ളതാണ്. നാം ആ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം ധന്യമാകും.